സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലൂട്ടൺ ടൗണും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. അതിനിടെ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആള്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് നല്ലതല്ലോ തോന്നിയ കാരണം കൊണ്ട് ഒരു വീഡിയോ ഇടുന്നതേ ഉള്ളൂ. പ്രത്യേകാൽ ഇന്നലെ ലൂട്ടൺ ടൗണുമായിട്ടുള്ള കളി ലൂട്ടൺ ടൗണിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം ഒരു ജയന്റ് ക്ലബ്ബാണ്. ലൂട്ടൺ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞൻ ടീം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ ഹോം ഗ്രൗണ്ടുകൾ എല്ലാവരും വലിയ ടീം തന്നെയാണ്. പക്ഷെ യുണൈറ്റഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലൂട്ടൺ ടൗൺ വളരെ ചെറിയ ടീമാണ്. പക്ഷെ ആ ചെറിയ ടീമിനോട് യുണൈറ്റഡ് കളിച്ചപ്പോൾ യുണൈറ്റഡിന്റെ കളി വളരെ നിരാശപ്പെടുത്തുന്നതാണെന്ന് എനിക്ക് തോന്നി. ഒരു 2-1 വിജയമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. മിനിമം 4-5 ഗോളുകൾ ലൂട്ടൺ ടൗണിന്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റാമായിരുന്ന ഒരു കളിയാണ് 2-1 അവസാനിച്ചത്. അതൊരു യുണൈറ്റഡിന് ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയ്ക്ക് വളരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഗർനാച്ചോയുടെ കിട്ടിയ അവസരം, റാഷ്ഫോർഡിന് കിട്ടിയ അവസരം, ബ്രൂണോക്ക് കിട്ടിയ അവസരമൊക്കെ ഗോളായിട്ട് മാറുകയായിരുന്നെങ്കിൽ അതൊരു 5 ഗോൾ യുണൈറ്റഡിന് അടിക്കായിരുന്നു. 5-1 വിജയം എടുക്കാമായിരുന്നു. പക്ഷെ ആ ഒരു അവസരങ്ങൾ മുതലാക്കാൻ കഴിയാത്തത്, ഇതുപോലെ ലൂട്ടൺ ടൗണിനെ പോലുള്ള ഒരു ടീമിനെതിരെ അങ്ങനത്തെ ഒരു അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയാത്തത് ഇനിയിപ്പോ സിറ്റി ആയിട്ടൊക്കെ ഒരു കളി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഈ ലൂട്ടൺ ടൗണിലെ ഇന്നലെ നടന്ന കളി ഒരു നിരാശപ്പെടുത്തുന്നതായിരുന്നു യുണൈറ്റഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പിന്നെ അവസാനമായപ്പോൾ അവരുടെ ഒരു ഹെഡർ ഗോൾ പോസ്റ്റിൽ തട്ടിപ്പോയത് ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ 2-2 എന്നുള്ളൊരു സമനിലയായിട്ട് 1 പോയിന്റായിട്ട് മടങ്ങേണ്ടി വന്നിരുന്നു. പക്ഷെ അത് 2-1 ജയിച്ചു, ഒരു 3 പോയിന്റ് കിട്ടി എന്ന് പറയുമ്പോൾ സന്തോഷകരമായ കാര്യമാണ്. സ്റ്റാർട്ട് നോക്കുമ്പോൾ പാസിംഗ് ആക്യുറസി ആയാലും ബോൾ പൊസിഷൻ ആയാലും ഒക്കെ യുണൈറ്റഡിനേക്കാൾ കൂടുതലും ലൂട്ടൺ ടൗൺ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ യുണൈറ്റഡിന്റെ കളി ഒരു മോശം ജയിച്ചുവെങ്കിലും ഒരു മോശം പ്രകടനം എന്നുള്ളതിലാണ് എനിക്ക് തോന്നുന്നത്. കളി ജയിച്ചു, ഇപ്പോൾ 6ാം സ്ഥാനത്തെത്തി. ടേബിളിൽ നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്തുള്ള ലിവർപൂളിനേക്കാൾ 13 പോയിന്റ് ഡിഫറൻസ് ആണ് യുണൈറ്റഡിനുള്ളത്. എന്നാൽ പോലും 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനിൽ യുണൈറ്റഡ് ഉണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷമാണ്. 4ാം സ്ഥാനത്തുള്ള വില്ലയേക്കാൾ ഒരു 5 പോയിന്റ് മാത്രം പിന്നിലാണ്. എങ്ങനെയെങ്കിലും തുടർന്നുള്ള കളികളിലൊക്കെ ജയിച്ച് കയറി വില്ലയുടെ ഒപ്പം എത്താമെന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ വില്ലയേക്കാൾ കയറി ഒരു 4ാം സ്ഥാനം സെക്യൂർ ആക്കി അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നു. പക്ഷേ ഈ കളി പോരാ. ലൂട്ടൺ ടൗണിനെതിരെ ഇങ്ങനെയാണ് കളിച്ചതെങ്കിൽ വലിയൊരു സിറ്റിയോ ലിവർപൂളൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ യുണൈറ്റഡിന്റെ കളി നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ. എസ് എ യുണൈറ്റഡിന് ഇഷ്ടപ്പെടുന്ന ഒരു ആളെന്ന നിലയ്ക്ക് എനിക്ക് ഇന്നത്തെ കളിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടാകുന്ന അത്രേ ഉള്ളൂ. നിങ്ങൾ പ്രീമിയർ ലീഗിൽ ഏത് ക്ലബിനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ, പ്രീമിയർ ലീഗിലല്ല, ഇപ്പൊ പ്രീമിയർ ലീഗ് ആയാലും ലാ ലീഗ് ആയാലും ബുണ്ടസ് ലീഗ് ആയാലും സീരിയ ആയാലും ലീഗ് 1 ആയാലും ഏത് ക്ലബിനാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. യുണൈറ്റഡിന് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ യോജിപ്പാണെങ്കിൽ വേറെ അഭിപ്രായം അതും കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.